ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചായക്കട, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനാണ് ഇന്ന് ഓപ്പണിങ് ഷിഫ്റ്റ് ഉള്ളത്. നമ്മൾ 12 മണിക്കാണ് കട ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കടയുടെ ഫ്രണ്ടിലെത്തി. നമ്മൾ ബാക്കിൽ കൂടെ വേണം ഇനി കയറാനായിട്ട്. അപ്പോൾ ഞാൻ കിച്ചൺ വഴിയാണ് കയറുന്നത്. ഞാൻ ഇത്രയ്ക്ക് മുന്നേ കിച്ചൺ ടീം എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് പൊറോട്ടണ്ണൻ, ഇത് യേശുവേട്ടൻ. അപ്പോൾ നമുക്കിനി കട ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എല്ലായിടത്തും ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമൂർ ചായക്കുള്ളത് കൂറ്റും. നാട്ടിലെ ചായയാണ് ഈ സമൂർ ചായ. അത് ആദ്യം തന്നെ ചെയ്ത് വെക്കണം. അപ്പോൾ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി ഷട്ടർ ഓർക്കാം. 12 മണിയായി. അത് കഴിഞ്ഞ് യേശുവേട്ടൻ ഹോട്ട് ബോക്സിലേക്ക് വെക്കാനുള്ള പഴംപൊരി സെറ്റ് ചെയ്ത് കൊണ്ടെന്ന് ഒരു പഴംപൊരി യേശുവേട്ടൻ. അപ്പോൾ ഇനി നമുക്ക് ചായക്കടയിലെ മിഡിൽ ഏരിയയിലേക്ക് പോവാം. അവിടെയാണ് അൽഫാമും ഷവായി അതുപോലെ തന്നെ ഷവർമയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മിഡിൽ ഏരിയ ഇരിക്കുന്ന മിഡിൽ മാൻ. ഇങ്ങോട്ടാ, ഇതാണ് നമ്മുടെ ഷിബിക. നമ്മുടെ ഷോർട്ട് ഫോമിൽ ഷിപ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഹായ് പറ. അയ്യേ, ഷിപ്സ് ഒരു സിഗ്മ കൂടിയാണ്. അവിവാഹിതൻ, സോറി അൺമാരിഡ് അല്ല, ഇംഗ്ലീഷിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഷിപ്സ് നല്ല പണിയിലാണ്, നല്ല ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഷിപ്സ് അൺമാരിഡ് ആയതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ ഏത് പെണ്ണ് വന്നാലും സ്വീകരിക്കുന്നതായിട്ട് യൂട്യൂബ് ചാനൽ കണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഷിപ്സിനെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും സുന്ദരനും സുശീലനും കോമളനുമായ ഒരു പയ്യൻ വേറെ ഈ നാട്ടിലെ UK യിലില്ല. ഷിപ്സ് വീഡിയോ എടുത്തത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനാൽ കോപിതനായി ഷവർമ ഇപ്പോഴും ചായക്കടയിലെ മിഡിലിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കിച്ചണിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പയ്യെ നമ്മളെ കിച്ചൺ ടീംസിനെ എല്ലാരും പരിചയപ്പെട്ടതാണ്. ഷിപ്സ് നമുക്ക് ഇപ്പൊ ഇതൊക്കെ എന്താന്ന് പറഞ്ഞു തരും. പറ, ഇതെന്താ? ഇത് നമ്മള് ബിരിയാണി അതിനൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ ചമ്മന്തി. പിന്നെ അടുത്തത് ലൈം കട്ട് ചെയ്തിട്ടുണ്ട്. ലൈം നമുക്ക് അൽഫാം, പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പിന്നെ PDF അതിനൊക്കെ കൊടുക്കുന്നു. സ്പെഷ്യൽ സാലഡ് അതിനകത്തിന് പിന്നെ റൈത്തയാണ്. റൈത്ത നമ്മള് കേട് അതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്ന സാധനം. പിന്നെ അടുത്ത സാധനം നമ്മുടെ മീൻ ചാക്കട നാരങ്ങ ചാറ് സെറ്റ് സാധനം. ഇത് നമ്മുടെ മെയിൻ ഷെഫ് ഉണ്ടാക്കിയ ചാറ്. അടുത്ത നമ്മള് മെയിൻ ഐറ്റം, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മന്തിക്ക് വേണ്ടിയുള്ള സൽസ. അതിലിപ്പം മയണൈസ്, പിന്നെ ഒനിയൻ ചോപ്പ് ചെയ്ത്, പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഷവർമയ്ക്കുള്ള സോസ് ഇടാക്കുന്നതാണ്. ഗ്രീൻ ചില്ലി സോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ കടയില് 3 ടേബിൾ 4 ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ രശ്മിയ ആണ് അവിടെ ഹാൻഡിൽ ചെയ്യണേ. ഞാനിവിടെ ഷിപ്സിൻ്റെ ഒപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. ഷിപ്സ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിയേ എന്നെ നോക്കിയിട്ട് അരിയുന്നൊക്കെയാണ് വെല്ലുവിളി. പിന്നെ നമുക്ക് കിച്ചൺ ടീമിലേക്ക് പോകാം. സാധിച്ചേട്ടാ, നമുക്ക് ഇന്ന് എന്തൊക്കെയുള്ളതെന്ന് പരിചയപ്പെടുത്തി കാണിച്ചു. ഇതെന്താ? ഇത് വന്നിട്ട് ലൈവ് പിക്കൽ, ഇത് ഡേറ്റ്സ് പിക്കൽ, ഇത് കോക്കനട്ട് ചമ്മന്തി, ഇത് വന്നിട്ട് പയർ തോരൻ, ഇത് ചെമ്മീൻ, ഇത് വന്നിട്ട് നത്തോലിപ്പീര, ഇത് വന്നിട്ട് യെല്ലോ കപ്പ, ഇത് പായസം. പായസം മീൻസ് സേമയാണ്. ഇത് പിന്നെ രസം മീൻസ് പുളി രസം. ഇത് വന്നിട്ട് ചിക്കൻ റോസ്റ്റാണ്. ഇത് ബീഫ് റോസ്റ്റ്, ഇത് ദാൽ കറി.
ഇതൊക്കെ ചട്ടിച്ചോറിനുള്ള അല്ലേ? എന്താ ചെയ്യുന്നേ? ഉള്ളി പൊരിച്ചോണ്ടിരിക്കാണോ? എന്തിനാ? ഇതാണ് അലീന ചേച്ചി. ഒരു ഹായ് പറയൂ. അലീന ചേച്ചിയാണ് നമ്മുടെ ഡെസേർട്ട് ഷെഫ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആക്കുന്നുണ്ടോ? ഓക്കെ. ഏത് ഷേക്ക് ഉണ്ടാക്കുന്നത്? നമുക്കിന്ന് അലീന ചേച്ചിയുടെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഡേറ്റ്സ് ചട്ടിച്ചോറും മട്ടൻ ബിരിയാണി. അപ്പൊ അലീന ചേച്ചി തന്നെയാണ് ഇന്ന് ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചട്ടിയിൽ ചോറിട്ടു. നമ്മൾ അച്ചാറ്, ചമ്മന്തി, തോരൻ, പയർ തോരൻ, മീൻ ചമ്മന്തി, നെത്തോലിപ്പീര, കപ്പ, പിന്നെ നല്ല മീൻ കറി. ഹായ്, നല്ല മണം. ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ. അടിപൊളി. പ്ലേറ്റും കൂടി വെച്ചു. കൂടെ സേമിയോ പായസം, രസം, മണിയണ്ണൻ ഉണ്ടാക്കിയ രസമാണോ? രസം, പരിപ്പ് കറി. ഇനി പപ്പടം കൂടി സെറ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമറിനോട്. അപ്പൊ ഇത് പെട്ടെന്ന് സമയം പോയി. ഇപ്പൊ ഒരു 8:45 മിനിറ്റായിട്ടില്ല. ഇപ്പോൾ ചെറിയ തിരക്കായി തുടങ്ങി. ഇനി 12 മണി വരെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു. ഷവർമ, ചട്ടിച്ചോറ്, കല്യാണച്ചോറ്, കൊഞ്ച് എല്ലാം വന്നു. പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ പോയി ഗൈസ്. ഇനി നമുക്ക് ക്ലോസിങ് പരിപാടി തുടങ്ങണം. അതിന് മുന്നേ ക്ലോസ് ഇടണം. അങ്ങനെ കട ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചായക്കടയിൽ ഇത്രയും സ്റ്റാഫുകളല്ല ഉള്ളത്. വെള്ളി, ശനി, ഞായറാണ് എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരെയും ഞാനിനി വരുന്ന വീഡിയോസിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ.